മരിച്ചു പോവാം, വാപ്പ മരിച്ചു പോകാം. ഏറെ ദുനിയാവിന്റെ ഏറ്റവും നല്ല വിഭവമെന്ന് കരുതി അല്ല നൽകിയ പൊന്നുമക്കളുണ്ടല്ലോ, ആ പൊന്നുമക്കളെ തിരിച്ചെടുത്തിട്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു തരുന്നു. അല്ലാഹനെ പാപമില്ലാതെ കണ്ടുമുട്ടാൻ വേണ്ടിയാ നിന്റെ സന്താനത്തിലൂടെ നിന്നെ അല്ലാഹു പരീക്ഷിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് ഒരു സഹാബി പൊട്ടിക്കരഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ കുടുംബത്തിൽ അല്ലാഹു എനിക്ക് നൽകി ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നു എന്റെ പൊന്നുമക്കൾ. എന്റെ പൊന്നുമക്കള് അല്ലാഹു എനിക്ക് ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നബിയേ. എന്റെ കൊച്ചുമക്കളെ അല്ലാഹു തിരിച്ചെടുത്തു നബിയേ. എന്റെ പൊന്നുമക്കള് പാപം ചെയ്തിട്ടില്ല. നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, ഈ ലോകത്തെ കുറിച്ച് തിരിച്ചറിയുന്നതിന് മുമ്പ് എന്റെ പൊന്നുമക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു എന്നെ വല്ലാതെ പരീക്ഷിക്കുന്നു നബിയേ. എന്തിനാണ് അല്ലാഹു എന്റെ മക്കളെ തിരിച്ചെടുക്കുന്നത്? എന്റെ മക്കളെ അല്ലാഹു തിരിച്ചെടുക്കുന്നത് എന്തിനാ നബിയേ? വിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബി ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഹാബിക്ക് മറുപടി കൊടുക്കാൻ പ്രവാചകന് കഴിയുന്നില്ല. കാരണം ആകാശത്തുനിന്ന് ജിബ്രീൽ കടന്നു വരണം, മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരാതെ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വിശുദ്ധമായ ബോധനം വരാതെ, വിശുദ്ധമായ വെളിപാട് വരാതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ചുണ്ടിദേവരെ, റിസാലത്തിന്റെ നാവിദേവരെ മന്ത്രിച്ചിട്ടില്ല. മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വന്ന സഹാബി നെടുവീർപ്പോടെ വല്ലാത്ത സങ്കടത്തോടെ റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമക്കളെ അല്ലാഹു തിരിച്ചെടുത്തു നബിയേ. എന്തിനാണ് അല്ലാഹു തിരിച്ചെടുത്തത്? എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? റസൂലുള്ളാഹി മറുപടി കൊടുക്കാതെ നിൽക്കുന്നു. ഗദ്ഗദത്തോടെ, പ്രയാസത്തോടെ ആ സഹാബി മസ്ജിദുൻ നബവിയിൽ നിന്ന് മടങ്ങി പോവാൻ തുടങ്ങുമ്പോ റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം വിയർക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തില് വിയർപ്പ് കടങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ജിബ്രീൽ മാലാഖ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ വെളിപാടുമായി വിണ്ണിൽ നിന്നു മണ്ണിലേക്ക് മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ദിവ്യബോധനമായി പെയ്തിറങ്ങുന്നു. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ആവലാതി പറഞ്ഞിട്ട് പോയ തന്റെ മക്കളെ തിരിച്ചെടുത്തു പോയിട്ട് പ്രയാസപ്പെട്ട ആ സഹാബി അവിടുന്ന് തിരിച്ചു വിളിക്കു നബിയേ. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കു നബിയേ. പ്രവാചകൻ നിങ്ങൾ പറയുന്നുണ്ട്, യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാലി അബ്ദിൽ മുഅ്മിനി ഇൻദൽ ജസാഉ ഇദാ ഖബൽതു സഫിയഹു മിൻ നഖിലി ദുനിയാ സുമ്മ ഇഹ്തസബഹു ഇലൽ ജന്നാ. സഹാബാ, അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കുടുംബത്തിൽ നിന്ന് അവന്റെ ഉറ്റവരുണ്ടല്ലോ, അവന്റെ ഉടയവരുണ്ടല്ലോ, അവന് സ്നേഹിച്ചവരുണ്ടല്ലോ, അവന്റെ കൊച്ചുമക്കളുണ്ടല്ലോ, അവരെയൊക്കെ അല്ലാഹു തിരിച്ചെടുത്തു പോകുമ്പോ ഏതടിമക്കാണോ നല്ലതുപോലെ ക്ഷമിക്കാൻ കഴിയുക, ആ അടിമക്ക് അല്ലാഹു സ്വർഗം കൊണ്ടല്ലാതെ തൃപ്തിപ്പെടില്ലെന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാപമില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയാണ് ഉറ്റവരെ അല്ലാഹു മരിപ്പിച്ചിട്ട് പരീക്ഷിക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയവരുണ്ടാവും. പലപ്പോഴും വിചാരിക്കാറുണ്ട്, എന്തിനാണ് അല്ലാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ നിസ്കരിക്കുന്നവനാണല്ലോ, ഞാൻ നോമ്പ് നോക്കുന്നവനാണല്ലോ, ഹജ്ജ് ചെയ്തവനാണല്ലോ. എന്റെ വീട്ടിൽ വന്നിട്ട് മഅബരിന്റെ കുട്ടികൾ വന്ന് ചോദിക്കുമ്പോ, ഉസ്താദുമാര് വന്ന് ചോദിക്കുമ്പോ, കടമോ
പ്രയാസങ്ങളോ നോക്കാതെ കൈനിറച്ചു കൊടുത്തിട്ട് അവനെ സമാശ്വാസത്തിന്റെ വാക്കു പറഞ്ഞ് ആ പ്രസ്ഥാനത്തോട് ഐക്യപ്പെടുന്നവനാണല്ലോ. പിന്നെന്തിനാണ് അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ഓർത്തുപോയേക്കാം. സഹോദര, പ്രവാചകൻ പറഞ്ഞു, നിന്റെ മക്കൾ മരിച്ചുപോയാൽ, നിന്റെ ബന്ധുമിത്രാദികൾ മരിച്ചുപോയാൽ, നിനക്കതിൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗം കൊണ്ടല്ലാതെ നിന്റെ മേൽ തൃപ്തിപ്പെടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട്